എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ദേദുര അവൻ വലിയൊരു ബോംബായി മാറി. ആ പ്രദേശം തന്നെ ഇപ്പൊ തല്ലി തകർക്കും. അവിടെ ഇപ്പൊ ആരും ജീവനോടുകൂടി ഉണ്ടാവില്ല. ആ ഒരു വലിയ പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ഇപ്പൊ ഈനോ, കിബ, ചോച്ചി, സാക്കുറ അവരെല്ലാവരും ടെൻഷനായിട്ട് ഇപ്പൊ അവിടേക്ക് നോക്കി നിൽക്കും. അതിന് ഫക്കൂൺ അവനിപ്പോ കാക്കാഷിയോട് ചോദിക്കും, അതെന്താണ് വലിയൊരു ശബ്ദം കേട്ടത്? അതിന് കാക്കാഷി, അത് ചക്ര പവർ, അത് എക്സ്പ്ലോഡ് ആയിട്ടുള്ള സൗണ്ട് ആണ്. ഏതോ ഒരു അക്കാസ്കി മെമ്പർ ഇപ്പൊ സെൽഫ് എക്സ്പ്ലോഷൻ നടത്തിയിട്ടുണ്ട്. അപ്പൊ ജൂഗോ അവൻ ആ വലിയ പൊട്ടിത്തെറി കണ്ട് ഇപ്പൊ ആ സംഭവ സ്ഥലത്തേക്ക് തന്നെ വന്നു കഴിഞ്ഞു. കരീന ആവട്ടെ അവളുടെ പവർ വെച്ച് ഇപ്പൊ സാസുകയുടെ ചക്ര പവർ അതവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് അവൾ ചെക്ക് ചെയ്യാൻ തുടങ്ങും. അവക്ക് മനസ്സിലാവും സാസുകയുടെ ചക്ര പവർ അതിപ്പോ എവിടെയും കാണാനില്ല. ഇവിടെ സുഗട്സു അവൻ ടെൻഷനായിട്ട് സാസുക അവൻ എന്തു പറ്റിയെന്ന് പറഞ്ഞ് കയ്യിലൊരു സ്ക്രോൾ എടുത്ത് ഇപ്പൊ അവിടേക്ക് ഓടാൻ തുടങ്ങും. അപ്പൊ സെറ്റ്സു അവൻ അവിടേക്ക് കടന്നു വരും. അവനാ എക്സ്പ്ലോർ കണ്ട് ഞെട്ടിയിട്ട് ദേദുര അവൻ സ്വന്തമായിട്ട് ഇപ്പൊ എക്സ്പ്ലോർഡ് ആയോ? അപ്പൊ അവന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ടോബി അവനും ഒരുപക്ഷെ മരിച്ചിട്ടുണ്ടാവും. ഇത് എത്രയും പെട്ടെന്ന് അക്കാസ്കി മെമ്പേഴ്സിനെ അറിയിക്കണം എന്ന് പറഞ്ഞ് അവനിപ്പോ ടീമിന്റെ അടുത്തേക്ക് ഓടി വരും. അവൻ ഈ കാര്യങ്ങള് ഇപ്പൊ അക്കാസ്കി മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പറയും. അത് കേട്ട് കിസമി അവൻ ഷോക്കായിട്ട് ചോദിക്കും, ദേദുര അവൻ മരിച്ചുപോയോ? നമ്മുടെ ടീമില് അവനൊരു സ്ട്രോങ് പോരാളിയായിരുന്നു. അവനെ ആരാ കൊന്നത്? ആ ഒരു നയൻ ടൈലാണോ സാസുകയാണോ? അതിനവൻ പറയും, ഇവര് രണ്ടുപേരുമല്ല, അവൻ സെൽഫ് എക്സ്പ്ലോർ ചെയ്ത് ആ ഒരു സാസുകയെയും അവനെയും ഒരുമിച്ച് നശിപ്പിച്ചു കളഞ്ഞു. അത് കേട്ട് ഒരു സെക്കൻഡ് ഇപ്പൊ ഹിറ്റാച്ചി അവൻ ഷോക്കാവും. അത് കേട്ട് കിസമി പറയും, ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഹിറ്റാച്ചി ആയിരിക്കും. കാരണം അവന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള സാസുകയാണ് ഇപ്പൊ മരിച്ചു പോയത്. ഓക്കെ, അപ്പൊ ടോബി എവിടെയെന്ന് ഇപ്പൊ കിസമി ചോദിക്കുമ്പോ അതിനവൻ പറയും, ആ ഒരു പൊട്ടിത്തെറിയില് ടോബി മരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് കിസമി, അയ്യോ ടോബി അവൻ മരിച്ചുപോയോ? ടോബിക്ക് ഒരുപാട് അടിപൊളി കഴിവുകൾ ഉണ്ടായിരുന്നു. അക്കാസ്കി ഓർഗനൈസേഷനിൽ തന്നെ അവൻ ശരിക്കും ഒരു മുതൽക്കൂട്ടായിരുന്നു. അവര് രണ്ടുപേരും ഇപ്പൊ മരിച്ച വാർത്ത അറിയുമ്പോ ലീഡർ ആവട്ടെ ആൾക്ക് ഒരുപാട് സങ്കടമായിട്ട് ആ ഒരു മീറ്റിംഗ് തന്നെ അവിടെ അവസാനിപ്പിക്കും. ഹിറ്റാച്ചി മാത്രം ഒന്നും മിണ്ടാതെ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ സുഗട്സു, നമുക്ക് വേറെ വഴിയില്ല, ഈ ഒരു ജിപ്സു അതുപയോഗിച്ചാലേ സാസുക അവൻ ജീവനോടുകൂടെ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയൂ. അപ്പോഴാണ് അവൻ ആ സ്ക്രോൾ എടുത്ത് ഇപ്പൊ താഴേക്ക് വിരിക്കുക. അവൻ അതിലേക്ക് ഇപ്പൊ 1-2 തുള്ളി ബ്ലഡ് ആഡ് ചെയ്യും. അത് സാസുകയുടെ ബ്ലഡ് ആണ്. ഉടനെ ആ ഒരു സമറിൻ ജിപ്സു ക്രിയേറ്റ് ചെയ്ത് ഒരു വലിയ പാമ്പ് തന്നെ അവിടേക്ക് വരും. അതിന്റെ കണ്ണ് അതിപ്പോ ഷെരിങ്ങ കണ്ണായിട്ട് അവർക്ക് കാണാൻ കഴിയും. ആ പാമ്പ് അവിടേക്ക് വരുമ്പോ തന്നെ ഇപ്പൊ സുഗട്സുവിന് മനസ്സിലാവും അതിന്റെ ഉള്ളില് ആരോ ഉണ്ടെന്ന്. ഉടനെ ആ ഒരു പാമ്പ് അത് വാ തുറക്കും. അപ്പൊ സാസുക ഇപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പൊ സാസുക പറയും, ആ ഒരു പൊട്ടിത്തെറിയിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒറോച്ചിമാറുവിന്റെ സ്നേക് ടെക്നിക് ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെട്ടു വന്നത്. ആ പാമ്പ് അത് ചത്തു വീഴുമ്പോ ഇപ്പൊ കരീനയും ജൂഗോയും അവർ ഓടി അവിടേക്ക് എത്തും. അപ്പൊ സുഗട്സ് പറയും, നിനക്കിനി ഒരുപാട് റെസ്റ്റ് ആവശ്യമാണ്. നിന്റെ മുറിവുകളൊക്കെ ഉണങ്ങും വരെ നിനക്ക് അടിപൊളിയായിട്ട് റെസ്റ്റ് ആവശ്യമാണ് അല്ലേ കരീന ചോദിക്കുമ്പോ അതിന് അവൾ ടെൻഷനായിട്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. സാസുക ഓൾറെഡി ആ ഹിറ്റാച്ചിയെ പോലും തല്ലിക്കൊന്നവനാണ്. സാസുകയ്ക്ക് ഇവരൊന്നും ഒരു എര പോലും അല്ലാന്ന് പറഞ്ഞ് അവളിപ്പോ സാസുകയെ സപ്പോർട്ട് ചെയ്യും. കട്ട് ചെയ്താ ഇവിടെ ഹിറ്റാച്ചി അവൻ മഴ നനഞ്ഞ് അങ്ങനെ നിൽക്കാണ്. അപ്പൊ കിസമി അവന്റെ അടുത്തേക്ക് വന്ന്, നീ എന്താണ് ആലോചിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. സാസുക മരിച്ചിട്ടും നിനക്ക് സന്തോഷമായില്ലേന്ന് ചോദിക്കുമ്പോ അതിന് ഹിറ്റാച്ചി ആവട്ടെ അവനൊന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിൽക്കും. ഇനി നിന്റെ ക്ലാനില് നീ മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് തന്നെ നീ ഒരുപാട് ലക്കിയാണ്. അതിന് ഹിറ്റാച്ചി, ഇല്ല സാസുക അവൻ ഇതുവരെ മരിച്ചിട്ടില്ല, അവൻ ഇപ്പോഴും എവിടെയോ ജീവനോടുകൂടെ തന്നെ ഉണ്ടെന്ന് അവൻ തറപ്പിച്ചു പറയും. അപ്പൊ കിസമി ഞെട്ടിയിട്ട് ഇപ്പൊ ഹിറ്റാച്ചിയെ നോക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവര് 100-110 ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടപ്പനും ടീമും അവരിപ്പോ ആ ഒരു പൊട്ടിത്തെറി ഉണ്ടായ അതേ സ്ഥലത്തേക്ക് വരും. കുട്ടപ്പൻ പറയും, ഇവിടെയാണ് ആ പൊട്ടിത്തെറി ഉണ്ടായ കറക്റ്റ് സ്പോട്ട്. സാസുകയുടെ സ്മെല്ല് അതിവിടെയാണ് സെൻസ് ചെയ്തത്. പക്ഷെ ഇവിടെ ഇപ്പോ യാതൊരു സ്മെല്ലും പട്ടിക്കുട്ടികൾക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ സാക്കുരയുടെ പട്ടിക്കുട്ടി അത് അവളോട് പറയും, ടൗണിൽ വെച്ച് എനിക്ക് സാസുകയുടെ സ്മെല്ല് അത് കറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്. സോ എനിക്ക് തോന്നുന്നത് സാസുകയുടെ കൂടെ മറ്റാരൊക്കെയോ ഉണ്ട്. ഒരു പക്ഷേ അവനിപ്പോ ഒരു ടീം തന്നെ ഉണ്ടാവാം. അപ്പോഴാണ് ഇപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവുക എന്തുകൊണ്ട് അങ്ങനെ ചിന്തിച്ചൂടാ. കാരണം അവരൊരു ഗ്രൂപ്പാണെങ്കിൽ മാത്രമേ അക്കാസ്കി ടീമിലൂടെ ഹിറ്റാച്ചിയെ കണ്ടെത്താൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് അവൻ ദേദുരെ തേടി ഇവിടേക്ക് വന്നത്.
ദേതുരയാണ് ഇവിടെ സെൽഫ് എക്സ്പ്ലോർഡ് ആയത്. പക്ഷെ മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാ ഇപ്പൊ സാസുകയുടെ സ്മെല്ല് അത് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് ഇനി സാസുകയെ കണ്ടുപിടിക്കുക എന്നത് അത് വളരെ റിസ്ക് ഏറിയ കാര്യമാണ്. അപ്പൊ കിബ അവൻ ശ്വാസം മുറുക്കെ പിടിച്ച് ഇപ്പൊ എന്തോ ഒരു ജിപ്സ് യൂസ് ചെയ്ത് സാസുകയുടെ സ്മെല്ല് അത് സെൻസ് ചെയ്യാൻ തുടങ്ങും. ഉടനെ അവൻ പറയും, സാസുകയുടെ സ്മെല്ല് അതെനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്, ഞാനത് കണ്ടുപിടിച്ചു. അത് കേട്ട് കുട്ടപ്പൻ പറയും, കിബ നീ മുൻപിൽ നടക്ക്, നിന്റെ പിന്നാലെ തന്നെ ഞങ്ങൾ എല്ലാവരും ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടുപിടിക്കണം. കട്ട് ചെയ്താ ഇപ്പൊ റെയിൻ വില്ലേജില് അക്കാസ്കി മെമ്പേഴ്സിന്റെ ലീഡർ ആളങ്ങനെ ഇപ്പൊ കൂലങ്കക്ഷമായിട്ട് എന്തൊക്കെയോ ചിന്തിച്ചിരിക്കുമ്പോ അപ്പൊ അവന്റെ അടുത്തേക്ക് ഇപ്പൊ കോറം കടന്നു വരും. ലീഡർ ചോദിക്കും, സാസുക അവന്റെ കാര്യം എന്തായി? അതിനവള് പറയും, അവൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ സാസുകയുടെ കണ്ണ് അത് ഹിറ്റാച്ചിയുടെ കണ്ണിനെ കഴിഞ്ഞും 10 മടങ്ങ് പവർഫുൾ ആണ്. ആ ഒരു നയൻ ടെയിൽ അതിനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? അതിനവള് പറയും, അതിനത്ര എളുപ്പത്തിലൊന്നും കണ്ടുപിടിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ലീഡർ തന്നെ അതിനെ മുൻകൈ എടുത്ത് പിടിക്കണം. കട്ട് ചെയ്താ ഇവിടെ സാസുകയെ അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ സേഫ് ആയൊരിടത്ത് അങ്ങനെ കൂട്ടിക്കൊണ്ടുപോകും. അപ്പൊ സുഗട്സു, നീ എന്താ പറയണേ? ഈ ഒരു അവസ്ഥയില് നിനക്ക് ഹിറ്റാച്ചിയെ കണ്ടുപിടിക്കാൻ കഴിയില്ല, നിനക്ക് വട്ടുണ്ടോ ചോദിച്ച് അവനിപ്പോ കരീനയോട് സംസാരിക്കാൻ തുടങ്ങും. അതിന് കരീന പറയും, സാസുക നിന്നെ പോലെയല്ല, അവന് ഒരുപാട് പവർ ഉണ്ട്, അതുകൊണ്ട് ഈ ഒരു മുറിവുകൾക്കൊന്നും അവനെ തളർത്താൻ കഴിയില്ല എന്ന് പറയുമ്പോ സുഗട്സു ആവട്ടെ ഇപ്പൊ അവളോട് ദേഷ്യപ്പെടും. അങ്ങനെ ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും ഇപ്പൊ പൊരിഞ്ഞ ഫൈറ്റ്. അതിന് സാസുക ടെൻഷനായിട്ട്, നിർത്തിനടാ നിങ്ങള്, സ്റ്റോപ്പ് ദ നോൺസെൻസ്. ഈ ഒരു സമയത്ത് നമ്മൾ വഴക്കിടല്ല വേണ്ടത്, ആ ഹിറ്റാച്ചിയെ കുറിച്ച് അവനെ കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ നിനക്ക് കിട്ടിയോ എന്ന് അവനിപ്പോ കരീനയോട് ചോദിക്കും. അതിനവൾ ഇല്ലാന്ന് പറഞ്ഞ് ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അതിന് ഇപ്പൊ സുഗട്സു പറയും, എനിക്ക് അക്കാസ്കി മെമ്പേഴ്സിനെ കുറിച്ച് ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കണ്ടെത്താൻ കഴിഞ്ഞു. സ്പെഷ്യൽ ചക്ര പവർ ഉള്ളവരാണ് അവരെല്ലാവരും ചേർന്ന് നോട്ടമിടുന്നത്. മോൺസ്റ്റർ പവർ ഉള്ള ഒരുപാട് പേരെ അവർ ഇതിനോടകം കീഴ്പ്പെടുത്തി. അപ്പൊ ജൂഗോ പറയും, ഞാൻ എന്റെ ആനിമൽസിനെയും പക്ഷികളെയൊക്കെ ഉപയോഗിച്ച് ഏകദേശം അക്കാസ്കി മെമ്പേഴ്സിന്റെ ഹൈഡ് ഔട്ട് അതിപ്പോ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന് സുഗട്സു വണ്ടർ അടിച്ച്, നിനക്ക് പക്ഷികളോടും ആനിമൽസിനോടൊക്കെ മിണ്ടാനുള്ള സ്പെഷ്യൽ പവർ ഉണ്ടോ? നീ ആള് കൊള്ളാം, ഏതായാലും കരീനയെ പോലെ ഒരു മന്ദബുദ്ധിയല്ല. അത് കേട്ട് കരീന ചാടി വീണ് അവന്റെ തലക്കെട്ട് തന്നെ ഒരൊറ്റ തൊഴി. അത് കണ്ട് ജൂഗോ അവൻ ആവേശാവും. അവന്റെ സെക്കൻഡ് കേഴ്സ് മാർക്ക് പവർ അതങ്ങനെ ബോഡി സ്പ്രെഡ് ആയിട്ട് എനിക്ക് കൊല്ലണമെന്ന് പറഞ്ഞ് അവൻ ആർത്തി കയറി നിൽക്കും. അത് കണ്ട് നമ്മുടെ ആൾക്കാര് അവര് ചാടി വീണ് അവനെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ കെട്ടിപ്പിടിച്ചു നിൽക്കും. അവന്റെ കൺട്രോൾ പോയിന്ന് മനസ്സിലാകുമ്പോ ഇപ്പൊ സാസുകയാവട്ടെ അവന്റെ ശരീരം കണ്ണുവെച്ച് ജൂഗോയെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ പഴയതുപോലെ ആക്കും. പക്ഷെ സാസുക അവന്റെ ചക്ര പവർ കുറഞ്ഞ് ഇപ്പൊ പതിയെ താഴേക്ക് വീഴും. അതുകൊണ്ട് ഒരുപാട് വിഷമത്തില് ജൂഗോ ആവട്ടെ അവനെ താങ്ങി പിടിച്ച് ഇപ്പൊ താഴെ കിടത്തും. അതിന് കരീന അവള് ദേഷ്യപ്പെട്ട് പറയും, സുഗട്സുകു നീ ഒരൊറ്റൊരാള് കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിന് ജൂഗോ പറയും, സാസുകയെ അവനെ എനിക്ക് വേണം, കാരണം അവനെ കൊണ്ട് മാത്രമേ എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് സാസുകയുടെ കൂടെ തന്നെ നിന്ന് അവന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും അത് ഞാൻ ചെയ്തു കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ മറ്റൊരു ഭാഗത്ത് കിബ ഇപ്പൊ സാസുകയുടെ സ്മെല്ല് അതെനിക്ക് നല്ലതുപോലെ കിട്ടുന്നുണ്ട്, എല്ലാവരും എന്റെ പിന്നാലെ തന്നെ വായോ, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പിടിക്കാന്ന് പറയും. അതിന് കുട്ടപ്പൻ പറയും, സാസുക ഞങ്ങൾ നിന്റെ തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. കട്ട് ചെയ്താ ഇപ്പൊ അക്കാട്സ്കി ഹൈഡ് ഔട്ടില് ആ ഒരു മെയിൻ ലീഡറിന്റെ ഓപ്പോസിറ്റ് നിന്ന് ഇപ്പൊ ആരോ ഒരാൾ പറയും, നറൂട്ടോ കുട്ടപ്പൻ അവനിപ്പോ വെറൊരു കുട്ടപ്പനല്ല, അവൻ ആ നയൻ ടെയിൽ ഫോക്സിന്റെ ഫുൾ പവറും കിട്ടി ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു മോൺസ്റ്ററായി മാറിയിരിക്കുകയാണ്. കാഗസുവിനെ പോലെ 2 ലൈഫുള്ള ഒരുത്തനെ അവൻ അടിച്ചു കൊന്നുകളഞ്ഞു. അവനെ പിടിക്കാൻ അത്ര എളുപ്പത്തില് ആരെ കൊണ്ടും കഴിയില്ല. അതിനാ പെണ്ണു പറയും, നമ്മുടെ ലീഡർ ആൾ ഉഷാറാണ്, മാത്രമല്ല എത്ര വലിയ മോൺസ്റ്റർ വന്നാലും അവൻ ഈസി ആയിട്ട് അതിനെ മടക്കി ലോക്ക് ചെയ്യും. അതിനാൽ ലീഡർ പറയും, ഇനി സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് എല്ലാ മോൺസ്റ്റേഴ്സിനെയും കണ്ടെത്തി നമ്മുടെ പവർ അതുടനെ കൂട്ടണമെന്ന് പറഞ്ഞ് അവൻ ആ മഴയത്ത് ഇപ്പൊ മുൻപോട്ട് നടന്നു പോകും. അപ്പൊ അതേ സമയത്ത് അവരുടെ ഓപ്പോസിറ്റ് നിന്നവൻ അവൻ മുഖം തിരിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ടോബി. അവൻ പറയും, യഥാർത്ഥ ശരീരം കണ്ണിന്റെ പവർ അതെല്ലാവരും ഇനി കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൻ അവന്റെ പേര് അത് വിളിച്ചു പറയും, ഞാനാണ് ദ റിയൽ മാതുര ഉച്ചിഹ. അത് കേട്ട് അക്കാസ്കി ലീഡർ ആൾ വണ്ടർ അടിച്ച് നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.